നമ്മുടെ ചെറിയ അശ്രദ്ധ മൂലം ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ കാറിലൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അലാറം അടിയുന്നില്ലേ, അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ വലിയ ശബ്ദത്തിൽ അലാറം അടിക്കുന്നതാണ്. ആ കള്ളൻ ആ മൊബൈൽ ഫോണുമായിട്ട് എത്ര ദൂരം ഓടുന്നോ ആ ദൂരം മുഴുവനും ഇത് വലിയ ശബ്ദത്തിൽ അലാറം അടിച്ചുകൊണ്ടേയിരിക്കും. ആ അലാറം ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോകുക എന്നത് പ്രായോഗികമല്ല. നമ്മൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്മൾ പല സ്ഥലങ്ങളിലും ചാർജിന് വെക്കാറുണ്ട്. ഇത്തരം ഘട്ടത്തിലും മറ്റുള്ളവർ ചാർജർ ഊരിയിട്ട് ഫോൺ കൊണ്ടുപോകാതിരിക്കാൻ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എന്തിന്, നമുക്ക് വീടിനകത്ത് പോലും രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവില്ലാതെ കുട്ടികളോ വീട്ടുകാരോ മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഈ അലാറം ശബ്ദമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മൊബൈൽ ഫോൺ എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല, നമ്മൾ അറിയുന്നതാണ്. അപ്പം നിങ്ങൾ ഫോണിൽ ഒരു ഹൈ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷനിൽ വീഡിയോ പരസ്യങ്ങളടക്കമുള്ള പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ പരസ്യങ്ങൾ കാണാതിരിക്കാൻ ഒന്നുകിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആപ്പ് ഇൻഫോയിലേക്ക് പോയിട്ട് ഡാറ്റ യൂസേജിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ്റെ മാത്രം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും. അപ്പം നിങ്ങളുടെ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിടുക. ഇനി ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ ആദ്യം ലെറ്റ് സ്റ്റാർട്ട് എന്ന ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു പോപ്പപ്പ് വരും. പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് എക്സിറ്റ് പോയാൽ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ടൂൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടൂണാണ് അലാറമായിട്ട് അടിയേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാം. അതിന് താഴെ വോളിയം കാണാം, നിങ്ങൾക്ക് ആവശ്യമായ വോളിയം തിരഞ്ഞെടുക്കാം. ഇനി അതിന് തൊട്ട് താഴെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. സെൻസിറ്റിവിറ്റി നമ്മൾ കൂടുതൽ വെക്കുന്ന സമയത്ത് ഫോണൊന്ന് ടച്ച് ചെയ്താൽ തന്നെ അലാറം അടിയും. അല്ല നമ്മൾ കുറച്ചാണ് വെക്കുന്നതെങ്കിൽ ഫോണൊന്ന് അനങ്ങുകയാണെങ്കിൽ മാത്രമേ അടിയൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ സെൻസിറ്റിവിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി തൊട്ട് താഴെ പാസ് എന്ന് കാണാം. ഇതിലാണ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമായ 4 അക്ക നമ്പർ പാസ്വേഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് അലാറം അടിയുന്ന സമയത്ത് ഈ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ അലാറം ഓഫ് ചെയ്യാൻ പറ്റൂ. പിന്നെ ചില ഫോണുകളിൽ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റു ചില ഫോണിൽ ഒന്നും സാധിക്കില്ല. നമ്മൾ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ആക്റ്റീവ് ബട്ടൺ കൊടുക്കാം. ആദ്യ തവണ പെർമിഷൻ ചോദിക്കും, പെർമിഷൻ അലോ കൊടുക്കുക. ഇത് ആക്ടിവേറ്റ് ആകാൻ 5 സെക്കൻഡ് സമയമെടുക്കും. അതിനുള്ളിൽ നമുക്ക് ഫോൺ എവിടെയെങ്കിലും വെക്കാമല്ലോ. പിന്നീട് ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെൻസിറ്റിവിറ്റി സെലക്ട് ചെയ്തതിനനുസരിച്ചിട്ടാണ് ഇത് അലാറം അടിയുക. നമ്മൾ സെൻസിറ്റിവിറ്റി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണൊന്ന് ടച്ച് ചെയ്താൽ തന്നെ അലാറം അടിയും. ഞാനിപ്പോൾ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഫോൺ എടുക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ അലാറം അടിയുന്നതാണ്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ കൊടുത്ത പാസ്വേഡ് തന്നെ വേണം, അല്ലാതെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പാസ്വേഡ് നൽകിയിട്ട് അലാറം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഹൈ സെക്യൂരിറ്റി നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമ്മൾ എവിടെയെങ്കിലും ചാർജിനൊക്കെ വെച്ചാലും ആരെങ്കിലും നമ്മുടെ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.